നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ, പാല. ഇന്ന് 2024 മാർച്ച് 4 തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന വാർത്തകൾ: 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ പഠനത്തിന് ISRO അവസരമൊരുക്കുന്നു. JEE മെയിൻ 2ാം സെഷൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഇന്നത്തെ മാധ്യമം പത്രത്തിൻ്റെ ജാലകം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നൊരു വാർത്തയാണ്. ISRO യുവിക മെയ് 13 മുതൽ 24 വരെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ പഠനത്തിന് ISRO അവസരമൊരുക്കുന്നു. വിജ്ഞാപനം jigyasa.iirs.gov.in എന്ന വെബ്സൈറ്റിൽ. സ്കൂൾ കുട്ടികൾക്ക് ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനം പകരാൻ ISRO സംഘടിപ്പിക്കുന്ന യങ് സയൻറ്റിസ്റ്റ് അഥവാ യുവ വിജ്ഞാനി കാര്യക്രമം, അതായത് യുവിക 2024 മെയ് 13 മുതൽ 24 വരെ നടക്കും. മാർച്ച് 20 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആദ്യ സെലക്ഷൻ പട്ടിക 28-നും 2ാമത്തെ സെലക്ഷൻ പട്ടിക ഏപ്രിൽ 4-നും പ്രസിദ്ധപ്പെടുത്തും. തിരഞ്ഞെടുക്കപ്പെടുന്നവർ മെയ് 12-ന് അതാത് ISRO കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം. jigyasa.iirs.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഇനി മറ്റൊരു വാർത്ത: JEE മെയിൻ 2ാം സെഷൻ ഇന്നുകൂടി അപേക്ഷിക്കാം. IITകളും NITകളും ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള ജോയിൻറ്റ് എൻട്രൻസ് എക്സാം JEE മെയിൻ 2024 2ാം സെഷൻ്റെ രജിസ്ട്രേഷൻ തീയതി നീട്ടി. വിദ്യാർത്ഥികൾക്ക് JEE-main.nta.ac.in എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് 4-ന് രാത്രി 10:50 വരെ അപേക്ഷിക്കാം. അതായത് ഇന്ന് രാത്രി 10:50 വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഓൺലൈനായി ഫീസ് സ്വീകരിക്കുന്നുള്ള സമയപരിധി മാർച്ച് 4-ന് രാത്രി 11:50 വരെയാണ്. മാർച്ച് 6, 7 തീയതികളിൽ രാത്രി 11:50 വരെ തിരുത്തലുകൾ വരുത്തുന്നതിന് അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 01140759000 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. JEE-main.nta.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.